ഹായ്, വെൽക്കം ടു ആശാസ് ലൈഫ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിബുദ്ധിയുള്ള കുട്ടികളെ തിരിച്ചറിയാനുള്ള കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് ലേണിംഗ് എബിലിറ്റി എന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യും, തന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റിയാണ്. അതായത് എന്തിനും ഏതിനും എന്തുകൊണ്ട്, എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരുടെ ഒരു സ്വഭാവമായിരിക്കും കേട്ടോ. അതായത് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നല്ല വൃത്തിയായിട്ട് ആഴത്തിൽ തന്നെ അറിയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അതായത് നമ്മളോട് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്നുണ്ടാകും, ഭൂമി എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികളുടെ ക്യൂരിയോസിറ്റി മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ അവർക്ക് കണ്ടെത്തി കൊടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിനോട് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ബെറ്റർ വൊക്കാബുലറി ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഈ കുട്ടികൾക്ക് പ്രായത്തിൽ കവിഞ്ഞ ഒരു പദസമ്പത്ത്, അതായത് വൊക്കാബുലറി ഇവർക്കുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനോഹരമായി വാചകങ്ങൾ ഉപയോഗിക്കാനും അവർക്ക് അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്സ് ഒക്കെ വ്യക്തമായി അവതരിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യും, ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവരെന്ത് ചെയ്യും, ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വായനയിലോ അല്ലെങ്കിൽ പസിലുകൾ അല്ലെങ്കിൽ മാത്സ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പരിഹരിക്കുന്നതിലൊക്കെ എന്ത് ചെയ്യും, ഇവർക്ക് ഒരു വലിയ താല്പര്യം കാണിക്കാറുമുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായൊരു ക്രിയേറ്റിവിറ്റി, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലുമൊക്കെ അവർ കളിക്കുന്ന ടോയ് തന്നെ ആയാലും അതെന്ത് ചെയ്യും, പൊളിച്ചിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ അത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം അവരുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്താറുണ്ട് കേട്ടോ. ആറാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അഡൽട്സ്. അതായത് ഈ കുട്ടികൾക്ക് തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെക്കാൾ മുതിർന്നവരോട് സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം കാണിക്കുക. ഏഴാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റി. അതായത് മറ്റുള്ളവരുടെ വേദനകളിലൊക്കെ എന്ത് ഈ കുട്ടികൾക്ക് എന്ത് വളരെയധികം വിഷമം തോന്നുകയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർക്ക് വലിയ സന്തോഷമോ ദേഷ്യമോ ഒക്കെ വരാനും സാധ്യതയുള്ള കൂട്ടത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള കുട്ടികൾ. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന 7 ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ 7 ലക്ഷണങ്ങളും എല്ലാ കുട്ടികളിലും കാണണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെല്ലാം തന്നെ സ്കൂൾ പഠന കാര്യങ്ങളിൽ അത്ര മികച്ചവരായിരിക്കണമെന്നില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏതിലേക്കാണ് താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രോത്സാഹനവും അവർക്ക് വേണ്ട സപ്പോർട്ടുമൊക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുട്ടികളിൽ ഇതിലേതെങ്കിലും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്